ഹായ്, എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുനർജന്മം. ഹിന്ദു മിത്തോളജി പ്രകാരം ഒരു മനുഷ്യന് 7 ജന്മങ്ങളുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. നമ്മുടെ പുരാണ കഥകളിൽ പോലും ദൈവങ്ങൾ പോലും ഈ ഭൂമിയിൽ പല രൂപത്തിൽ ജനിച്ചിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. എന്നാൽ നമ്മൾ കേൾക്കുന്ന കഥകളെല്ലാം സത്യമാണോ എന്ന് ചോദിച്ചാൽ ഇതൊന്നും തെളിയിക്കാനുള്ള ഒരു പൂർണ്ണമായിട്ടുള്ള തെളിവുകൾ നമ്മുടെ കയ്യിലില്ല. എന്നാൽ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് താൻ പുനർജനിച്ചതാണെന്ന് പറയപ്പെടുന്ന സുമിത്ര എന്ന സ്ത്രീയുടെ ജീവിതമാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ SL Diaries. നമ്മുടെ ഇന്ത്യയിലെ ചെറിയ ഗ്രാമത്തിലാണ് സുമിത്ര എന്ന് പറഞ്ഞൊരു കൊച്ചു ജനിക്കുന്നത്. അവൾ ജനിച്ചു കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ അവളുടെ അമ്മയ്ക്കൊരു അസുഖം വരികയും അമ്മ മരണപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അവരുടെ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സുമിത്രയുടെ അച്ഛൻ ഗ്രാമത്തിന് പുറത്തേക്ക് ജോലിക്ക് പോവുകയും അവളെല്ലാവരും ഉണ്ടായിട്ടും അവൾ ആ വീട്ടിൽ ഒറ്റപ്പെട്ട പോലെയായിരുന്നു ജീവിച്ചു വന്നിട്ടുണ്ടായിരുന്നു. അവളുടെ ജീവിതം അങ്ങനെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അവൾക്കൊരു കല്യാണം കഴിക്കുകയും തൻ്റെ ഭർത്താവ് തൻ്റെ കൂടെ ഉണ്ടാവുമെന്നാണ് വിശ്വസിച്ചെങ്കിലും തൻ്റെ ഭർത്താവും അവരുടെ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഗ്രാമത്തിൻ്റെ പുറത്തേക്ക് ജോലിക്ക് പോവുകയും അവിടെയും അവൾ തനിച്ചാവുകയാണ് ചെയ്തത്. നാളുകൾക്ക് ശേഷം 1984 ഡിസംബർ മാസത്തിൽ അവൾക്കൊരു ആൺകുഞ്ഞ് ജനിക്കുകയും ആ കുട്ടി ജനിച്ച ശേഷം അവളുടെ ഒറ്റപ്പെടലിൽ ഒരു വലിയൊരു മാറ്റമാണ് ഉണ്ടായത്. അങ്ങനെ സന്തോഷത്തോടെ മുന്നോട്ട് പോയിക്കൊണ്ട് അവളുടെ ജീവിതത്തിലെ ഒരു ദിവസം അവളുടെ വീടിൻ്റെ അടുത്തുള്ള കിണറിൽ നിന്ന് വെള്ളമെടുക്കാൻ പോകുന്ന സമയത്ത് ശരീരത്തിൽ പെട്ടെന്ന് വലിയൊരു വേദന വരികയും അവൾ അവിടുന്ന് ഫ്രീസ് ആവാൻ പോലും സാധിക്കാത്ത രീതിയിൽ അവിടെ നിൽക്കാൻ തുടങ്ങുകയും ചെയ്തു. ആ സമയത്ത് ചില മണിക്കൂറുകൾക്ക് അവൾ അവിടെ നിന്ന് അനങ്ങാൻ സാധിക്കാതെ അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. അവളുടെ ചുറ്റുമുണ്ടായിരുന്ന ജനങ്ങളെല്ലാം ഓടിക്കൂടുകയും അവളുടെ വീണ്ടും നോർമലായ ലെവലിലേക്ക് കൊണ്ടുവരാൻ കുറേ മണിക്കൂറുകൾ എടുക്കുകയും ചെയ്തു. അതിനുശേഷം അവൾ പല ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തും അവൾ ഇതേപോലെ വീണ്ടും ഫ്രീസ് ആവാൻ ആരംഭിച്ചു. അങ്ങനെയുള്ള സമയങ്ങളിൽ അവൾ പല ശബ്ദങ്ങളും നിലവിളിക്കാനും കരയാനും ഇതെല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. ഇതെല്ലാം കാണുമ്പോൾ തന്നെ അവളുടെ ചുറ്റുമുണ്ടായിരുന്ന ഒരു ഭയം അവൾ അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയും അവളുടെ ഡോക്ടർ പറഞ്ഞത് അവൾ ശരിയായി ഉറങ്ങാത്തത് കൊണ്ട് അവളുടെ മൈൻഡ് ഇതുപോലെ മാറുന്നതായിരിക്കാം എന്നാണ് അവർ പറയുന്നത്. എന്നാൽ അതുകൊണ്ട് തന്നെ ഡോക്ടർ പല മരുന്നുകൾ കൊടുക്കുകയും അവൾ അത് കഴിച്ച് വീട്ടിലേക്ക് പോവുകയും ചെയ്തു. അന്ന് രാത്രി അവൾക്ക് വീണ്ടും ഇതേപോലെ സംഭവിക്കുകയും അവളുടെ കൂടെ ഉണ്ടായിരുന്നവർ അവളുടെ അടുത്തേക്ക് ഓടി വന്ന സമയത്ത് അവൾ അവൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇനി 3-ാമത്തെ ദിവസം താൻ മരണപ്പെടുമെന്നായിരുന്നു അവൾ എല്ലായിടത്തും പറയുകയും അവിടെ തന്നെ ബോധം കെട്ട് വീഴുകയുമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവൾക്ക് ആദ്യമെല്ലാം വിശ്വാസം ഉണ്ടായിരുന്നില്ലെങ്കിലും അവൾ ഇത്ര ദിവസം അവളുടെ ശരീരത്തിൽ സംഭവിക്കുന്ന ചില മാറ്റങ്ങൾ കൊണ്ട് തന്നെ അവർക്കിത് വിശ്വാസമായ രീതിയിലായിരുന്നു അവർ പെരുമാറിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അവർ എല്ലാവരും അവളെ ഒറ്റയ്ക്ക് വിടാതെ അവളെ വളരെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റുകയും അവരുടെ വീട്ടിലെ ഒരു വ്യക്തി എപ്പോഴും അവളുടെ കൂടെ ഇരിക്കുന്ന മാറ്റുകയും ചെയ്തു. എന്നാൽ അങ്ങനെ ഏകദേശം 2 ദിവസം കഴിയുകയും അങ്ങനെ 3-ാമത്തെ ദിവസം ആവുകയും ചെയ്തു. അങ്ങനെ ഏകദേശം 3-ാമത്തെ ദിവസം രാത്രി ആവുകയും ഇനി എന്താണ് സംഭവിക്കാൻ പോകുക എന്ന് അറിയാത്തത് കൊണ്ട് തന്നെ അവൾ ആ റൂമിൽ നിന്ന് പുറത്തേക്ക് വരികയും അവളുടെ സുഹൃത്തുമായി സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് അവളുടെ ശരീരത്തിൽ മാറ്റം ഉണ്ടാവുകയും അവൾ വീണ്ടും ഇതേപോലെ ഫ്രീസായി നിൽക്കാനും ആരംഭിച്ചു. അത് കണ്ടു ഭയന്ന് അവളുടെ സുഹൃത്ത് നിലവിളിക്കുകയും അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളും ആ വീട്ടിലുണ്ടായിരുന്നവരും ആ ഡോക്ടറും ഉൾപ്പെടെയുള്ള വ്യക്തികൾ അവിടെ ഓടിക്കൂടുകയും ചെയ്തു. എന്നാൽ ആ സമയത്ത് ആ ഡോക്ടർ അവളുടെ പൾസ് പരിശോധിക്കുന്ന സമയത്താണ് അവളുടെ ഹാർട്ട് ബീറ്റ് കുറഞ്ഞുകൊണ്ട് വരുന്നതായി ഡോക്ടർ പറയുകയും ചെയ്തു. ചില നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അവളവിടെ മരണപ്പെടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടെ ഉണ്ടായിരുന്ന ഡോക്ടറും അവളുടെ ജനങ്ങളും അവളുടെ ജീവിതത്തെ ചിരിച്ചുകൊണ്ടുവരാൻ പല പ്രാവശ്യം ശ്രമിച്ചെങ്കിലും ആ സമയത്തിനുള്ളിൽ തന്നെ അവളുടെ ശരീരത്തിൽ നിന്ന് ജീവൻ പൂർണ്ണമായും പോയിട്ടുണ്ടായിരുന്നു. എന്നാൽ കുറേ സമയം ആയതുകൊണ്ട് തന്നെ ആ ശരീരം അങ്ങനെ വെക്കാൻ പറ്റാത്തൊരു കാരണം കൊണ്ട് തന്നെ അവളെ അടക്കാനുള്ള തീരുമാനങ്ങൾ അവരെടുക്കുകയും അതിനുള്ള കാര്യങ്ങൾ ആ ഗ്രാമത്തിൻ്റെ പല ഭാഗങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്തു. എന്നാൽ ആ സമയം കൊണ്ട് അവരുടെ ആചാരപ്രകാരം അവളുടെ തലയിൽ എണ്ണ തേക്കുകയും അവളുടെ ഡ്രസ്സ് മാറ്റുകയും അവളുടെ മേലെ വെള്ളപ്പുതപ്പ് പുതയ്ക്കുകയും അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അവളുടെ കണ്ണ് തുറക്കുകയും അവൾ കിടന്ന് അവിടെ നിന്ന് എണിച്ച് അവിടെ നിന്ന് ഓടാൻ ശ്രമിക്കുകയും ചെയ്തു. ഉടുപ്പ് പോലും ഇല്ലാതെ ഇരുന്ന അവളുടെ ശരീരത്തിൽ പെട്ടെന്ന് ജീവൻ വന്ന സന്തോഷത്തിൽ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും അവളുടെ അടുത്തേക്ക് ഓടുന്ന സമയത്ത് നിങ്ങളെല്ലാം ആരാണ്, ഇത് എൻ്റെ വീടല്ല, എൻ്റെ വീട് എവിടെയാണ്, ഞാൻ എവിടെയാണെന്നുള്ള രീതിയിൽ പല ചോദ്യങ്ങൾ അവരുടെ ചോദിക്കുകയും അവൻ്റെ അടുത്ത് എല്ലാവരുടെ അടുത്തും ദേഷ്യപ്പെടുകയുമായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ഡോക്ടർ പറഞ്ഞത് നിങ്ങളാരും ഭയപ്പെടേണ്ട, ചിലപ്പോൾ അവളുടെ മൈൻഡ് കൺഫ്യൂസ് ആയതുകൊണ്ട് ചിലപ്പോൾ ഇങ്ങനെ ആൾ പെരുമാറുന്നതായിരിക്കാം എന്ന് പറഞ്ഞ് ചിലപ്പോൾ ഒന്ന് ഉറങ്ങി എണിച്ചാൽ എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞ് അവളെ വീട്ടിലേക്ക് കൊണ്ടാക്കുകയും അവരെല്ലാം തിരിച്ചു പോവുകയും ചെയ്തു. എന്നാൽ വീട്ടിൽ പോയ ശേഷം അവളുടെ വീട്ടിലുണ്ടായിരുന്നവരുമായി എല്ലാത്തിനും വഴക്കിടുകയും താൻ എവിടെയാണ്, ഇത് നിങ്ങളെല്ലാം ആരാണെന്നുള്ള രീതിയിൽ അവരെല്ലാം വഴക്കിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ അവളുടെ ഭർത്താവും അവളുടെ വീട്ടിലുണ്ടായിരുന്ന എല്ലാവരും വിശ്വസിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവളുടെ മാനസികമായി അവൾക്ക് എന്തോ ചെറിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് എന്നാണ് അതെല്ലാം വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ ഒരു സംഭവത്തിന് ശേഷം അന്ന് വരെ സ്കൂളിലേക്ക് പോവുകയോ ഒരു അക്ഷരം എഴുതാനോ വായിക്കാനോ അറിയാത്ത സുമിത്ര ഇതിനുശേഷം ബുക്കുകൾ വായിക്കാനും എഴുതാനും തുടങ്ങുകയും തൻ്റെ പേര് ശിവ എന്നാണ് എന്നും തനിക്കൊരു ഭർത്താവ് 2 കുട്ടികളും ഉണ്ട് എന്നും അവരിതെല്ലാം പറയുകയും ചെയ്തു. എന്നാൽ ഇവരാരും വിശ്വസിക്കാത്തൊരു കാരണം കൊണ്ട് തന്നെ അവൾക്ക് ഒരു മുൻ പരിചയവുമില്ലാത്ത ആരുടെയോ പേരിൽ ലെറ്റർ എഴുതുകയും അതെല്ലാം അവർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഏകദേശം 3 മാസങ്ങൾക്ക് ശേഷം അവളെ കാണാൻ വേണ്ടി ഗ്രാമത്തിലേക്ക് ഒരു വ്യക്തി വരികയും അവൾ അയച്ച ലെറ്റർ വായിച്ചിട്ടാണ് താൻ വരുന്നത് എന്ന് പറഞ്ഞ് അവളുടെ വീട്ടിലേക്ക് പോവുകയും ചെയ്തു. ആ വ്യക്തിക്ക് ഏകദേശം 60 വയസ്സോളം പ്രായം ഉണ്ടാകുമെന്നാണ് അവർ പറയുന്നത്. ആ വ്യക്തി അവളുടെ വീട്ടിലേക്ക് എത്തിയ സമയത്ത് തന്നെ ആ വ്യക്തിയെ കണ്ടതും
അവൾ ഓടിപ്പോയി അച്ഛ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് കരയുകയും അവൾ ജനിച്ചതിന് ശേഷം ആ വ്യക്തി ഇതുവരെ അവൾ കണ്ടിട്ടില്ല എന്നും അങ്ങനെ ഒരു വ്യക്തിയെ പോലും ആ വീട്ടിലുള്ള ആരും തന്നെ ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ വ്യക്തിയുടെ കയ്യിലുണ്ടായിരുന്ന ഫോട്ടോസ് എടുത്ത് കാണിച്ചു കൊടുക്കുകയും ഇതെല്ലാം ആരാണ് എന്ന് ചോദിച്ചപ്പോൾ ആ വ്യക്തികൾ ആരാണ് എന്നും അവരുമായിട്ടുള്ള റിലേഷൻ എന്താണെന്ന് വരെ പോലും അവൾ തെറ്റത്ത് പറയുകയും ചെയ്തു. സുമിത്രയുടെ വീട്ടിലേക്ക് വന്ന വ്യക്തി ആരാണെന്ന് വെച്ചാൽ ഇവർ ജീവിക്കുന്ന ആ ഒരു ഗ്രാമത്തിൽ നിന്ന് ഏകദേശം 100-150 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു സിറ്റിയിൽ ജീവിച്ചിട്ടുണ്ടായിരുന്ന ശിവ എന്ന് പറയുന്ന സ്ത്രീയുടെ അച്ഛനായിരുന്നു ആ വ്യക്തി. ഏകദേശം സുമിത്ര അന്ന് മരണപ്പെട്ട അതേ ദിവസം മരണപ്പെട്ട ശിവ എന്ന് പറയുന്ന സ്ത്രീയുടെ അച്ഛനായിരുന്നു ആ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആ വ്യക്തിക്ക് പരിചയമുള്ള എല്ലാവരുടെയും ഫോട്ടോ കാണിച്ചു കൊടുക്കുകയും ഇതെല്ലാം ആരാണ് എന്ന് ചോദിച്ചപ്പോൾ അവരുമായുള്ള പരിചയം എന്താണ് എന്നും അവരുടെ പേരെന്താണ് അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും ആ ഒരു അച്ഛൻ്റെ അടുത്ത് പറയുകയും ചെയ്തു. ഈ ഒരു ശിവ എന്ന് പറയുന്ന സ്ത്രീയെക്കുറിച്ചും ഈ ഒരു സുമിത്ര എന്ന് പറയുന്ന സ്ത്രീയെക്കുറിച്ച് രണ്ടുപേരെ വെച്ച് നോക്കുമ്പോൾ രണ്ടുപേർക്കും നിറയെ സാമ്യങ്ങൾ ഉണ്ടായിരുന്നു. അതായത് ഈ ഒരു ശിവ എന്ന് പറയുന്ന ഒരു കുട്ടിയുണ്ടായ അതേ ദിവസമാണ് സുമിത്രയ്ക്കും ഒരു കുട്ടി ജനിക്കുന്നത്. അവരുടെ വീട്ടിലുണ്ടായിരുന്നവൾ അവളോട് മോശമായി പെരുമാറുകയും അവൾ തല്ലുമ്പോഴും അവളെ വേദനിപ്പിക്കുമ്പോഴും എല്ലാ നിമിഷങ്ങളിലും ഇവിടെ സുമിത്രയ്ക്കും അത് അനുഭവപ്പെടുമായിരുന്നു. അതായത് അവളവിടെ വേദന അനുഭവിക്കുമ്പോൾ അതേ വേദന ഇവിടെ സുമിത്രയും അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഫീലിങ്സ് വരുമ്പോഴാണ് അവളുടെ ശരീരം ഫ്രീസ് ആവുന്നതും ഏകദേശം 3 ദിവസത്തിനുള്ളിൽ താൻ മരണപ്പെടുമെന്ന് പറയുകയും ഏകദേശം 3-ാമത്തെ ദിവസം മരണപ്പെട്ടത് ശിവ എന്ന് പറയുന്ന സ്ത്രീയായിരുന്നു. അതായത് അവളെ കൊന്നത് അവളുടെ ഭർത്താവിൻ്റെ സഹോദരിമാരും ഭർത്താവിൻ്റെ അമ്മയും കൂടെ ചേർന്നിട്ടായിരുന്നു. അങ്ങനെയാണ് മരണപ്പെട്ടതെന്ന് കണ്ടുപിടിക്കാനുള്ള പല വഴികളും ശ്രമിച്ചെങ്കിലും അതിനൊന്നും അവർക്ക് തെളിവ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഈ പൂർണ്ണമായിട്ടുള്ള ഒരു കാര്യത്തിൽ തെളിവുമായിട്ടായിരുന്നു സുമിത്ര വന്നിട്ടുണ്ടായിരുന്നത്. കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം ശിവയുടെ ഭർത്താവ് അവിടെ വരികയും അവരുടെ മുന്നിൽ വെച്ച് ശിവയ്ക്ക് എന്താണ് സംഭവിച്ചത് എന്നും അവരെങ്ങനെയാണ് ശിവയെ കൊന്നത് എന്നുള്ള എല്ലാ കാര്യങ്ങളും അവരുമായി പറയുകയും ചെയ്തു. എന്നാൽ ഇതെല്ലാം കേട്ട ദേഷ്യത്തിൽ തന്നെ അവർ വേഗം പോയി പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുക്കുകയും അവരെ കോടതിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. എന്നാൽ ഇതൊന്നും ഒരു തെളിവായി എടുക്കാൻ പറ്റില്ല എന്ന് കോടതി പറയുകയും ഇതിൽ പൂർണ്ണമായി തെളിവില്ലാത്തത് കാരണം കൊണ്ട് തന്നെ ഈ കേസ് നിലനിൽക്കില്ല എന്ന് പറഞ്ഞ് അവരെ വിടുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ശിവയുടെ മരണത്തിന് നീതി ലഭിച്ചിട്ടില്ലെങ്കിലും സുമിത്ര മരിക്കുന്നതുവരെ ശിവയായിട്ടും സുമിത്രയായിട്ടുമായിരുന്നു ജീവിച്ചിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽ ബട്ടൺ മറക്കാതെ പ്രസ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തു തന്നെ ആയാലും താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക.